വന്നോളൂ. പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത ഒരു സെക്കൻഡ് സമയം എടുക്കും ഇത് കയറി വരാൻ. ഇപ്പോൾ ഓക്കെയാണ്. ഇതൊന്ന് പോയിട്ട് ഓക്കെ ആണോ നോക്കിയാ, എന്നിട്ട് സിഗ്നലും ഉണ്ടാ. ഒരു ഹായ്, താങ്ക് യു. ഒന്നോടി. ഓക്കെ. റിസ്ക്കാ പാവേട്ട, റിസ്ക്കാണ്. മെല്ലെ വരാൻ പറയാം അവരോട്. ആ റെഡിയാ. നിപ്പില്ലേ അവിടെ തീരും. റെഡി. ടെൻഷനായിട്ടേ ചെറിയ അമ്മ. മാസ്ക് ഒഴിവാക്കുമോ? മാസ്ക് അയക്കാൻ പറ്റുമോ? ഊരാണോ നിർബന്ധം? അല്ലേ ഫോട്ടോയിലൊക്കെ മാസ്ക് കൈ കൊടുക്കാം അവരെ. ആയിക്കോട്ടെ, വരാം. സ്ലോ മുന്നോട്ട് കയറിക്കോ. ഓക്കെ, വന്നോളൂ. മുന്നോട്ട് നടന്നോളൂ. നടന്നോളൂ. സ്റ്റാൻഡ് കൊണ്ട് കയറ്റി കജ്ജി.
മീൻമുട്ടി സമാഗമായ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ കോടഞ്ചേരി പഞ്ചായത്തിൽ മുല്ലശ്ശേരി വീട്ടിൽ ബ്രദർ ഏബ്രഹാമിൻ്റെയും സിസ്റ്റർ ആലീസിൻ്റെയും മകൻ ബ്ലസൻ അബ്രഹാമും കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ കോടഞ്ചേരി പഞ്ചായത്തിൽ ചക്കാലി വീട്ടിൽ ശ്രീമാൻ ജസ്റ്റിൻ ടോമിൻ്റെയും ശ്രീമതി ഡയാന ജസ്റ്റിൻ്റെയും മകളും കാനഡ സ്കാർബറോ ക്രൈസ് ന്യൂ കവനന്റ് പെന്തക്കോസ്തൽ സമാനമായ ചിന്തു ജസ്റ്റിനും തമ്മിലൊരു യോഗം ഇവിടെ വെച്ച് നടന്നുകൂടാതവണ്ണം ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ സഭാവിശ്വാസികൾക്ക് അറിയിക്കാവുന്നതാണ്. വിശേഷമായി ബ്ലസൻ എബ്രഹാമും ചിന്തു ജസ്റ്റിനും ഇന്നേ ദിവസം ഇവിടെ വെച്ച് വിവാഹം നടന്നുകൂടാതാണ് കാരണമായ തടസ്സങ്ങളുണ്ടെങ്കിൽ സഭാവിശ്വാസികൾക്ക് അറിയിക്കാവുന്നതാണ്. എല്ലാവരും മൗനമായിരിക്കുന്നുണ്ട്. ഈ വിവാഹത്തിന് യാതൊരു തടസ്സമില്ല എന്ന് ഇതിനാൽ അറിയുന്നു. അതുകൊണ്ട് ഈ വിവാഹത്തെ സംബന്ധിച്ച് വേറെ ആർക്കും ഒന്നും പറയാൻ അവകാശമില്ല എന്ന്
ഈ ബന്ധുപ്രശ്നീ സമാനമായ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ കോടഞ്ചേരി പഞ്ചായത്തിൽ മുല്ലശ്ശേരി വീട്ടിൽ ബ്രദർ ഏബ്രഹാമിൻ്റെയും സിസ്റ്റർ ആലീസിൻ്റെയും മകൻ ബ്ലസൻ എബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ കോടഞ്ചേരി പഞ്ചായത്തിൽ ചക്കാലയിൽ വീട്ടിൽ ശ്രീമാൻ ജസ്റ്റിൻ ടോണിൻ്റെയും ശ്രീമതി ഡയാന ജസ്റ്റിൻ്റെയും മകളും കാനഡ സ്കാർബറോ ഗ്രേസ് ന്യൂ കവനന്റ് ബന്ധുക്കോസ് സഭാഗമായ ചിഞ്ചൂസി ജസ്റ്റിന് വിവാഹകാര്യം സ്വീകരിക്കാൻ സമ്മതമാണ്? സമ്മതം. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ കോടഞ്ചേരി പഞ്ചായത്തിൽ ചക്കാലയിൽ വീട്ടിൽ ശ്രീമാൻ ജസ്റ്റിൻ ടോണിൻ്റെയും ശ്രീമതി ഡയാന ജസ്റ്റിൻ്റെയും മകളും കാനഡ സ്കാർബറോ ഗ്രേസ് ന്യൂ കവനന്റ് ബന്ധുക്കോസ് സഭാഗമായ ചിഞ്ചൂസി ജസ്റ്റിനോട് ചോദിക്കുന്നത് ഈ ബന്ധുക്കോസ് മീൻമുട്ടി സഭാഗമായ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ കോടഞ്ചേരി പഞ്ചായത്തിൽ മുല്ലശ്ശേരി വീട്ടിൽ ബ്രദർ ഏബ്രഹാമിൻ്റെയും സിസ്റ്റർ ആലീസിൻ്റെയും മകൻ ബ്ലസൻ ഏബ്രഹാമിന് വിവാഹം ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതം. സഭ മൗനമായിട്ടും വരൻ വധു പരസ്യമായിട്ടും ഇതിൽ സമ്മതമായതുകൊണ്ട് ഈ ശുശ്രൂഷ തുടർന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കസരയില്ല. Thank you.
ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. രണ്ടാമത്തെ 18-24 അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നത് നന്നല്ല, ഞാൻ തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യനവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടിരിക്കുകയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏക ദേഹമായി തീരും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:22. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരുടെ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. This is the promise of God. There shall be seasons in refreshing, sent from the Savior above. Showers of blessing, showers of blessing beneath. Mercy drops from the star falling,
on Jesus with God. Showers of blessing, showers of blessing we need. Mercy drops on us are falling, but for the showers we plead. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ നാം എല്ലാവരും ഒരു വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാന്യമായിരിക്കണമെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ 6-ാം വാക്യമാണ്. എബ്രായ ലേഖനം 13:4. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും മാന്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തമിഴ് പുസ്തകത്തിലും ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ എല്ലാവരുടെ മധ്യത്തിൽ ഒരു മാന്യമായിരിക്കണമെന്നാണ്. ഇന്ന് ലോകപ്രകാരം നോക്കുമ്പോൾ എത്രയോ വിവാഹങ്ങൾ നടക്കുന്നു. സ്വന്തമായിട്ടുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. മാതാപിതാക്കൾ തീരുമാനിച്ചുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പല വിധത്തില് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലാവർക്കും എന്നല്ല, എല്ലാവർക്കുള്ളും എല്ലാവരുടെ മധ്യത്തിൽ ഈ പ്രിയപ്പെട്ട വിവാഹം ഒരു മാന്യമായിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം വരെ குறிப்பிட்ட ചില സ്ഥലങ്ങളിൽ വേദപുസ്തക വിവാഹത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ 4 ഭാഗത്തിൽ വായിച്ചതായിട്ട് നാം എല്ലാവരും ഇപ്പോൾ കേട്ടു. ഒന്നാമത്തെ 32-ാം അധ്യായത്തിൽ അക്ഷരീയമായ വിവാഹമാണ് നടത്തപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അത് ഒരു ആത്മീക വിവാഹമായിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്തയെ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ഒരു ആത്മീയമായ ഒരു വിവാഹമാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്ന വിവാഹം എന്ന് പറയുന്നത് ആത്മീയ വിവാഹത്തിന് ഒരു നിഴലായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിവാഹം ഒരു മാന്യമായി തീരണമെങ്കിൽ സ്വന്തമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും വിധത്തില് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തില് ദൈവത്തിന്റെ സഭയിൽ വെച്ച് സഭക്കാരുടെ എല്ലാ ജനത്തിന്റെ മധ്യത്തിലും ബന്ധുക്കളുടെ മധ്യത്തിലും குறிப்பிட்ட ചില ജനങ്ങളുടെ മധ്യത്തില് അനേക സാക്ഷികളിൽ കൂടെയാണ് നടത്തപ്പെടുന്ന വിവാഹമാണ് യഥാർത്ഥമായ ഒരു മാന്യമായ ഒരു ജീവിതം, മാന്യമായ ഒരു വിവാഹം പറയുന്നത്. അങ്ങനെയുള്ളതായ ഒരു വിവാഹമാണ് ദൈവം അംഗീകരിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉള്ളതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് എങ്ങനെയെങ്കിലും വിവാഹം കഴിഞ്ഞ് പോകുക എന്നുള്ളതല്ല, മാന്യമായ ഒരു വിവാഹമായി തീരണമെങ്കിൽ ഒന്നാമത് മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരായിരിക്കണം. രണ്ടാമത് കൂട്ടായ്മ, ദൈവത്തിന്റെ സഭയിൽ കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കണം. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. വിശ്വാസമുണ്ട്. ഈ ധ്യാനം ഇവിടെ ഒരു ധ്യാനമുണ്ട്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് എല്ലാവരും മാനിക്കപ്പെടുന്നതായി തീരണമെങ്കിൽ സഭയിലുള്ള എല്ലാവരും മുമ്പ് വെച്ചാണ് നടത്തപ്പെടുന്നത്. അങ്ങനെ മാനിക്കപ്പെട്ട വിവാഹമായി തീരണമെങ്കിൽ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, ജലസ്നാനം സ്വീകരിച്ചതായിരിക്കണം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽപ്പിക്കുന്ന നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് തിരുവചനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ലോകപ്രകാരമായിരിക്കുന്ന പാപസംബന്ധമായ എല്ലാ വിധമായ ഇതിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന് പ്രസാദമായ ഒരു ജീവിതം ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവരാണ് ദൈവത്താൽ മാനിക്കപ്പെട്ട് ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൊണ്ട് ദൈവത്തിന്റെ പൈതലായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മ ആചരിക്കുന്നതിന്റെ
നടത്തപ്പെടുന്നത്. അതുകൊണ്ട് ലോകത്തിലെ ലോക ജീവിതം എന്ന് പറയുന്നത് രണ്ടുപേരും രണ്ട് വിധത്തിലുള്ള ജീവിതമായിരുന്നു. ജനനം മുതൽ ഇന്നലെ വരെയും രണ്ടുപേരും രണ്ട് തരത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേരും പരസ്പരം അറിയാത്തവരാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഇന്നു മുതൽ ഒന്നായി തീരാൻ പോവുക. അതുകൊണ്ട് ഒരു കുടുംബമായി തീരാൻ പോവുക. ഒരു കുടുംബമായി തീരുമ്പോൾ രണ്ടുപേരുടെ ജീവിതത്തില് രണ്ട് രീതിയിലുള്ള ജീവിതമാണെങ്കിൽ ആ കുടുംബത്തില് സന്തോഷമോ ഐക്യമോ സ്നേഹമോ ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ഒരു കുടുംബജീവിതം അനുകരിക്കപ്പെടണമെങ്കിൽ, ഒരു മാന്യമായ ഒരു ജീവിതം ചെയ്യണമെങ്കിൽ, വിവാഹം മാന്യമായി തീരണമെങ്കിൽ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി തീരണം, വിശ്വാസത്തിലും ഒന്നായി തീരുന്നവരായിരിക്കണം. അതിനുവേണ്ടി രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുന്നവരായി, രണ്ടുപേരും കൂടെ ഏക മനസ്സോടുകൂടെ ജീവിക്കുന്നവരായി കാണും. അങ്ങനെയാണെങ്കിൽ ചില വിട്ടുവീഴ്ചകളും രണ്ട് രീതിയിലുള്ള ജീവിതം ഇന്നു മുതൽ ഒന്നാക്കി തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് ലോകപ്രകാരമായി നോക്കുമ്പോൾ എത്രയോ ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകാതെ അവർ തമ്മിൽ സ്നേഹിച്ച് ഐക്യപ്പെട്ട് ഒരു കുടുംബമായി ജീവിക്കണമെങ്കിൽ അതിന്റെ മധ്യത്തില് ഒരാളുകൂടെ വേണം. അതാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ മക്കളായി അവർ ജീവിക്കുകയാണെങ്കിൽ അവർ ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കും. ദൈവ സാന്നിധ്യത്തിൽ കൂടെയുള്ള ഒരു കുടുംബജീവിതമാണ് ഏറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, ഒരു മാന്യമായ ഒരു കുടുംബജീവിതം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളതായ ഒരനുഭവത്തിൽ കൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെ സ്നേഹിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ സ്നേഹം ദൈവം സ്നേഹം തന്നെ എന്നാണ്. ഇന്ന് ഒരു കുടുംബജീവിതത്തില് തമ്മിൽ സ്നേഹമില്ലെങ്കിൽ ആ കുടുംബജീവിതം എങ്ങനെയായിരിക്കും? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നരകം പോലെ ആയിരിക്കും. അപ്പോ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? തമ്മിൽ സഹിക്കുകയും വഹിക്കുകയും ചെയ്യണം. തിരുവചനത്തിൽ വായിക്കുമ്പോൾ എല്ലാ വചനം എടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴുമെന്നാണ് കർത്താവായ യേശുവിനെ കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മാർഗത്തില് കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം സന്തോഷത്തോടുകൂടെ സഹിക്കുന്നവരായി കാണപ്പെടണം. ഈ ക്രിസ്ത്യാനികളായി ദൈവത്തിന്റെ മക്കളായി ജീവിക്കണമെങ്കിൽ ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം ചെയ്യുന്നതിനായിരിക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിനെ സ്നേഹമില്ല എന്ന് പറഞ്ഞു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. അപ്പോൾ ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ പിതാവിന്റെ സ്നേഹമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സ്നേഹിച്ച് ഉള്ള ഒരു ജീവിതമാണ് കുടുംബജീവിതം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മാന്യമായ ഒരു ജീവിതമായി തിരിയുള്ളൂ. അങ്ങനെ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ കൂടി അല്ലാതെ തമ്മിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്നാമത് നാം ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ലൂക്കോസ് 10:27 പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂട്ടുകാരാണ്. രണ്ടുപേരും ഒന്നായിരിക്കണം. രണ്ടുപേരും രണ്ടായിരിക്കാൻ പാടില്ല. രണ്ടായിരുന്നാൽ കൂട്ടുകാരെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും കൂടെ കുടുംബജീവിതത്തിലും കൂടെ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. ഇന്ന് അനേക സ്നേഹത്തെ കുറിച്ച് ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. എല്ലാറ്റിനും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് രണ്ടുപേരും ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ധൈര്യം
പറയത്തക്ക ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ലോകപ്രകാരമായിരിക്കുന്ന, മാനസികമായിരിക്കുന്ന, ജഡികമായിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും നാം വിടുതല പ്രാപിക്കുന്നതിനായി കാണണം. ഈ ലോകത്ത് സുഖഭോഗമായി അനുഭവിക്കാനല്ല. ഇതിനെല്ലാം വിശദീകരിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. ഉദ്ദേശിക്കുന്ന സമയത്തിന് നിർത്താൻ പോവുകയാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതായിരിക്കണം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 5-ാം അധ്യായത്തിന് 3-ാം അവന്റെ കൽപ്പനകളെ 1 യോഹന്നാൻ 5:3. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് സ്നേഹത്തിലാണ് ഒന്നായി തീർന്നത്. രണ്ടുപേരും രണ്ട് തട്ടിലായിരുന്നാൽ ആ കുടുംബത്തില് ഒരു അനുഗ്രഹമോ ഒരു സന്തോഷമോ ഒരു പ്രത്യാശയോ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയെ പ്രമാണിക്കുന്നവരായി രണ്ടുപേരും കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സാധിക്കും. ആരംഭത്തിൽ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം പാലും തേനും പോലെ ആയിരിക്കും. കുറെ കഴിയുമ്പോൾ തേനും മറന്നതാകും. പിന്നെ വരുമ്പോൾ ഒന്നും തള്ളുമാകും. പിന്നെ അടിയും ആകും, വെട്ടുമാകും, കുത്തുമാകും, എല്ലാം. അങ്ങനെയുള്ളതായ കുടുംബജീവിതം ഇന്ന് നമ്മൾ പലരും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ കൂടെ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരിക്കത്തില്ല. ഒരു കുടുംബജീവിതം അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ലോകപ്രകാരമായി ലോകത്തെ നോക്കാതെ വേണം, ലോകത്തെ സ്നേഹിക്കാതെ വേണം നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി ദൈവസ്നേഹത്തിൽ കൂടെ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും. ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് കുറച്ചു നാളത്തേക്ക് മാത്രമല്ല. ഈ കുടുംബജീവിതം 5 വർഷത്തേക്ക് എന്നല്ല, അല്ലെങ്കിൽ 10 വർഷത്തേക്ക് എന്നല്ല. ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ജീവിതകാലം കുടുംബം ഒന്നായിരിക്കാമെന്നും മരണം വരെയും തമ്മിൽ വേർപിരിയില്ല എന്നാണ് തിരുവചനത്തിൽ നിന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതായിരിക്കും. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? ദിവസം തോറും ചെയ്യേണ്ട കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആഴ്ചതോറും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാസം തോറും ചെയ്യേണ്ട കാര്യങ്ങൾ, ആണ്ടുതോറും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ തിരുവചനത്തിലെ അനേക കൽപ്പനകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നവരായി കാണും. രചിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം താമസിച്ച നാൾ മുതൽ ഇന്നുവരെയും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ കൂടിയാണ് ജീവിച്ചെന്ന് ഇന്ന് ദൈവമക്കളായിരിക്കുന്ന എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് നിമിത്തമായി എല്ലാവരും സ്നേഹിക്കാൻ സാധിക്കും. എനിക്ക് ആരോടും സ്നേഹക്കുറവില്ല, ആരോടും എനിക്ക് വിരോധമില്ല, ആരോടും എനിക്ക് പകയില്ല, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? വാസ്തവത്തില് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവകൽപ്പനയ്ക്കൊത്തവണ്ണം നാം ജീവിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. ആ സ്നേഹത്തിലാണ് നാം നിലനിൽക്കേണ്ടത്. സാധാരണ ഒരു ചൊല്ലുണ്ട്, 30 ചരട് അട്ടുപോകത്തില്ല. 3 ചരട് പിരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിന് എത്ര വലിച്ചാലും അത് പൊട്ടിപ്പോകത്തില്ല. പൊട്ടിക്കാണെങ്കിൽ അത് വലിച്ചാൽ പൊട്ടിപ്പോകും. 3 കൂടെ ചേർത്ത് പിന്നെ എടുത്ത് വരുമ്പോൾ, അത് ചേർന്ന് വരുമ്പോൾ അത് ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല. 30 ചരട് അട്ടുപോകത്തില്ല എന്ന് ഒരു ചൊല്ലുണ്ട്. ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ കൂടെ 3 പേരും ചേർന്ന് ഒരേ ഏക മനസ്സും ഏക ഐക്യമുള്ളവരായി തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം വരെയും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ജീവിച്ചുകൊണ്ട് നിത്യമായ ആ ദൈവത്തോടുകൂടെ എത്തിച്ചേരുവാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആത്മീയമായ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മാറ്റം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നാണ്.
സാധിക്കും. അത് നിത്യമായ വിവാഹത്തിന് ഒരു അടയാളമായി കാണപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്ന വിവാഹം ഒന്നായി തീരുന്ന പോലെ ആത്മീയ വിവാഹത്തിന് നാം ക്രിസ്തുവിനോടുകൂടെ അവകാശികളായി തീരണമെങ്കിൽ ക്രിസ്തുവായിരിക്കുന്ന മണവാളിന്റെ മണവാട്ടിയായി നാം മാറ്റപ്പെടണം. അതിനാണ് ഇവിടെ കാന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛനെയുമായി നോക്കുമ്പോൾ ആദ്യം മണവാളനും മണവാട്ടിയെന്ന്, പിന്നീട് ഭാര്യ ഭർത്താവ് എന്നാണ് തീരുന്നത്. എന്നാൽ ആത്മീയമായ ജീവിതത്തിൽ നോക്കുമ്പോൾ നാം കാന്തയായും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനുമായി കാണപ്പെടുക. നാം മണവാട്ടികളായിട്ട് ദൈവം നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് ആ നിലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്ത് കർത്താവിനോടുകൂടെ ആ നിത്യവിവാഹത്തിന് ഒരുങ്ങുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവം നമ്മൾ നടത്തുന്ന പാതയിൽ എല്ലാ പാതയിലും സന്തോഷത്തോട് മുമ്പോട്ട് പോകുന്നതിനായിരിക്കണം. അതിനുവേണ്ടി ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ എഴുതിക്കൊള്ളാം. സമയം കഴിഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കും. ഇന്ന് ലോകപ്രകാരമായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ദുഃഖമായിരിക്കത്തില്ല. ഇന്നവിടെ കുടുംബസ്ഥരായിട്ടുള്ള അനേകരോട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കുടുംബജീവിതത്തില് ഇന്നുവരെയും ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയിട്ടുണ്ടോ, പിണങ്ങിയിട്ടില്ലയോ, പിരിഞ്ഞു പോയിട്ടുണ്ടോ, വഴക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെല്ലാം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി ഇരുന്നിട്ടില്ല എന്നാണ്. രണ്ടുപേരും ഏക മനസ്സും ഐക്യവും ഏക സ്നേഹവും ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ഭിന്നതകളൊക്കെ വരുന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതെ നാം എല്ലാവരും ഏക സ്നേഹമായി ഐക്യമായി തീരുമ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ നാം രണ്ടുപേരും, ഇപ്പൊ ഭാര്യ ഭർത്താവ് പറഞ്ഞ രണ്ടുപേരും മണവാട്ടിയായിട്ട് കർത്താവിന് വേണ്ടി വെടിക്കുന്നവരായി നിത്യവിവാഹത്തിന് ഒരുങ്ങുന്നവരായി തീരുവാൻ സാധിക്കും. ആ നിത്യവിവാഹമാണ് കർത്താവായ യേശു മണവാളനും ക്രിസ്തുവിന്റെ സഭ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമാണ്. അവളെന്ന് പറയുന്ന ആരാണ്? ക്രിസ്തുവിന്റെ സഭയെ കാണിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ആ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനസ്സിനായി ഇടങ്ങി തന്നെ ക്രൂശിന്റെ മരണത്തോടും അനുസരണമുള്ളവനായി തീർന്നു, തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഇതുപോലെ ആത്മീയമായ ജീവിതത്തിലും കൂടെ പ്രിയപ്പെട്ട രണ്ടുപേരും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട്, ദൈവനാമമോഹത്തിനായി നാം ജീവിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ മണവാളനായ യേശു വെളിപ്പെടുമ്പോൾ രണ്ടുപേരും മണവാട്ടികളായി തീരുവാൻ സാധിക്കും. അങ്ങനെയുള്ളതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യുന്നതിന് വേണ്ടി ചുരുക്കത്തിൽ പറയുകയാണ്, തമ്മിൽ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുന്നതായിരിക്കും. എല്ലാ കാര്യത്തിനും ഒരു പൂർണ്ണതയുണ്ട്. ഇപ്പൊ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ എത്രയോ ദിവസങ്ങളായിട്ടാണ് ഇത് ഒരുങ്ങുന്നത്. വിവാഹം നിശ്ചയം ചെയ്ത കാലം മുതൽ ചിലപ്പോൾ എത്ര குறிப்பிட்ட ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, ചിലർ വർഷങ്ങളായിട്ടും കൂടെ വിവാഹം നിശ്ചയം ചെയ്തിട്ട് 1 വർഷം വരെ കാത്തിരിക്കുന്നതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വിവാഹം നടത്തപ്പെടുന്നത്. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ നിമിത്തമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ തന്നെ അറിയാം അവർക്ക് തമ്മിൽ വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ളത്. അതേപോലെ ഇന്ന് ആത്മീയമായ നിലയിൽ രണ്ടുപേരും ഒന്നായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും മണവാളനായ യേശുവിന് ഞങ്ങൾ മണവാട്ടിയായി തീരുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം? അതിനായിട്ട് ഒരുങ്ങുന്നവരായി കാണണം.
മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമെത്തിപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുമ്പോൾ കർത്താവിന്റെ വരവായിരിക്കും നമുക്ക് കർത്താവിനോടുകൂടെ മണവാട്ടിയായി കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ സാധിക്കും. അതിനുവേണ്ടി സഭയായിട്ടുള്ള ഐക്യത്തിലും കൂട്ടായ്മയിലും കൂടെ നാം മുമ്പോട്ട് പോകുന്നതായിരിക്കണം. അങ്ങനെയുള്ളതായ ഒരു തീരുമാനത്തോടുകൂടെ നാം മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും. എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കൂടെ ആയിരിക്കണം. ദൈവ സാന്നിധ്യം കൂടാതെ, ദൈവകൽപ്പന അനുസരിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ നമ്മൾ ഇഷ്ടം പോലെ പോവുകയാണെങ്കിൽ കുടുംബത്തില് ഭിന്നതകളൊക്കെ ഉണ്ടാകും. എത്രയോ കുടുംബങ്ങൾ പിരിഞ്ഞിട്ട് വളരെ വേദന ലഭിക്കുന്നതായി കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില്, ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെ വരാതെ വേണം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തെ പൂർണ്ണമാക്കുന്നവരായി കാണപ്പെടണം. അങ്ങനെയുള്ളൊരു ചേർക്കുവാനാണ് കർത്താവ് വേഗം വെളിപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ മധ്യയിൽ ഇറങ്ങി വന്ന് ഇവർ രണ്ടുപേരും ചേർത്ത് ഒന്നാക്കി ഒരു കുടുംബമാക്കി തീർക്കുവാൻ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുക. എടുത്തു കഴിഞ്ഞ സ്നേഹിക്കാം. ഇവർ രണ്ടുപേരും കൂട്ടി യോജിപ്പിച്ച് ദൈവസ്ഥനയിൽ കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിക്കാം. ദൈവം ആഗ്രഹിച്ച് ദൈവയുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് സ്വന്തമായി സ്വീകരിച്ചു ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് ചേർന്നിരുന്നുകൊണ്ട് മരണം വരെ നമ്മളൊന്നും വേദനയില്ലെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ എനിക്ക് വാഗ്ദാനം സമ്മതമാണ്. അബ്രഹാമായ നിങ്ങളെ എന്റെ കർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ നിങ്ങളോട് മാത്രം ചേർന്നിരുന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ബഹുമാനിച്ച് അന്ത്യമരണം വരെയും നിങ്ങളോട് ചേർന്നിരിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് മരണമല്ലാതെ നമ്മൾ തമ്മിൽ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഞാൻ അങ്ങേക്ക് വാക്ക് നൽകുന്നു. സമ്മതമാണ്. കർത്താവായ
മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് അവർ മേലെ 5-ാം വാക്യം മുതൽ വായിച്ചു നോക്കുമ്പോൾ, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ഒരു മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആയാൽ ദൈവം യോജിപ്പിച്ചെന്ന് മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരവാണ്. ഇവർ ദൈവമാണ്, ഇവർ ഇന്ന് പാൽക്കാലം ഇവരെ ദൈവത്തിന് സന്നിധിയിലാണ്, ദൈവമാണ് രണ്ടുപേരും യോജിപ്പിച്ചിരിക്കുന്നത്. ഇവരെ വേർതിരിപ്പിക്കാൻ നമുക്കോ ഗവൺമെന്റിനോ ആർക്കും അവകാശമില്ല എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. രണ്ടുപേരും കൈവിട്ടിട്ട് ആസ്വദിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചുരുങ്ങിയ വാചകത്തിൽ ഒന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം. മത്തായി 19-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ അവരോട്, നിങ്ങളുടെ വെറുതെ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശെ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, പ്രസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ഇന്നു മുതൽ ഇവരെ വേർതിരിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തില് ശുശ്രൂഷയാൽ ഇവരെ ഒന്നാക്കി തീർത്തിരിക്കുന്നു. ഇനി ഇവർക്കും വേർതിരിക്കാൻ പറ്റത്തില്ല, സഭയിലുള്ള ആർക്കും വേർതിരിക്കാൻ സാധിക്കത്തില്ല, കോടതിയിലും വേർതിരിക്കുന്നത് ശരിയല്ല എന്ന് ദൈവനാമത്തെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ കുടുംബജീവിതത്തില് ദിവസം തോറും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് ഐക്യതയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചെയ്ത് കർത്താവിന്റെ വരവിനായി നിത്യാവകാശത്തിനായി നാം ഒരുങ്ങുന്നവരെ കാണപ്പെടണം. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കാണുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതുകൊണ്ട് ഏത് സമയത്തും കർത്താവിന്റെ വരവായിരിക്കാം. ആ കർത്താവിന്റെ വരവിൽ ഈ പ്രിയപ്പെട്ട രണ്ടുപേരും കൂടപ്പെട്ടിരിക്കുന്ന സഭയാകുന്ന ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും മണവാട്ടികളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തെ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ദൈവത്തോട് ഐക്യതയോടെ നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി തീരാൻ സാധിക്കും. അതിനെല്ലാം വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെല്ലാം പറയുന്നില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഇവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായിരുന്നു അതുകൊണ്ടും ഇവർക്ക് വേണ്ടി ഇവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചെന്ന് അല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രണ്ടുപേരും മുട്ടുകുത്തി നിൽക്കുക. കുടുംബമായി സഹായിച്ചത് കുടുംബജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ആത്മീയമായ ഭൂമിയുമായ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന ആകാശത്തെ ഭൂമി ഉണ്ടാക്കി യുഗവാസികളും അനുഗ്രഹിക്കുമാറായിട്ടുള്ള വചനപ്രകാരം ആത്മീയമായ ഭൂമിയുമായ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കണമേ. ആദിപിതാക്കന്മാര് അബ്രഹാമിന്റെ ഈസാക്കിന്റെ യാക്കോബിന്റെ ദൈവമെന്ന് ദൈവം അനുഗ്രഹിച്ചതുപോലെ അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിച്ചതുപോലെ എന്റെ മകനെ ദൈവം അനുഗ്രഹിക്കണനായി ആദിപിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം എന്റെ മകനെ അനുഗ്രഹിച്ച് ഒരു കുടുംബജീവിതം ചെയ്യുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നൽകണനായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. സ്തോത്രം 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 ഇതൊരു പുതിയ കുടുംബം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ കർത്താവേ. ദൈവം ലക്ഷ്യത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു നല്ല കുടുംബ ജീവിതത്തിനായി ശക്തിയിരിക്കും ബുദ്ധി ജ്ഞാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭക്തി വിശുദ്ധി കൊണ്ട് ജീവിതം
സ്ഥാനപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ, കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടെന്ന് ഒരുക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ഭൂമിയിലുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സങ്കീർത്തനം വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആശീർവാദം പറഞ്ഞിട്ട് അടുത്തതായിട്ട് രജിസ്റ്റർ ഉൾപ്പെടേണ്ടതായിട്ട് അതുകൊണ്ടുള്ള ഈ ശുശ്രൂഷ അവസാനിക്കുന്നത്. 128 യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഇവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിനെ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. Sheesh.
ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉള്ള സ്നേഹം അറിയിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ ഭാഗത്തുനിന്ന് വന്നവരും അതുപോലെ ക്ഷണിക്കപ്പെട്ടു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ റിസപ്ഷന് വേണ്ടിയിട്ട് പ്രസൻ്റെ ഭവനത്തിലാണ് റിസപ്ഷൻ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും അവിടെ കടന്നു വന്നത് അപേക്ഷിക്കുകയാണ്. മധുരല്ലേ? മധുരം കലങ്ങിയില്ലേ? മാറ്റിക്കോളാൻ പറയട്ടോ. ഞാൻ വർക്കിലാണ്, അതാ ഫോൺ എടുക്കാത്ത. പറയും. ഇല്ലല്ലോ കേട്ടോ, ഞാൻ പറയാം. ഒന്നുമില്ലല്ലേ, ഒക്കെ പറഞ്ഞു തീർന്നുല്ലേ? അവിടെ നീച്ചു പോടുന്നു. മമ്മി റെഡി അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, അവിടെ ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യ്. പപ്പയും കുറച്ച് മുന്നോട്ട് തന്നെ. വെയിലത്ത് കയറുന്നോ? ഓക്കെ. ഒരുമിച്ച് തന്നെ. ആ ഓക്കെ, റെഡി അല്ലേ? കയറിക്കോ കയറിക്കോ. ആദ്യം മോളെയാ മോനെ ഒഴിവാക്കിയോ? കൽവിൻ കൂട്ടല്ലോ കേട്ടോ. അതന്നെ. ഇനി കയറി അകത്തേക്ക് ഇങ്ങോട്ട് കയറ്റി പോന്നോളൂ. അവിടെ ഒന്ന് നീറ്റ് ഓടണം കേട്ടോ. ഓക്കെ. ഫലകരെല്ലാം തക്ക സമയത്ത് കൂട്ടിവരുത്തിയതിനായി
ഉപാധികളെല്ലാം കുട്ടി വരുത്തിയതിനായി സ്വർഗത്തിലെ ദൈവത്തിനെ എല്ലാം ഭംഗിയാക്കി തീർത്തതിനായി ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൂടപ്പെട്ട എല്ലാവർക്കും പറയേണ്ടതിനായി സേവയേറി ഞങ്ങളുടെ സ്വർഗം നല്ല പിതാവേ, നീങ്ങുന്ന നീല ഹൃദയത്തോടെ ഒരു പുതിയ കുടുംബം കൂടെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും ആദിപിതാക്കന്മാരെ പോലെ ഭക്തിയുള്ള കുടുംബജീവിതം ചെയ്യുക ദൈവം സഹായിക്കുന്നു. കാവ്യ സ്തോത്രം ശരീരത്തിന്റെ സൗഖ്യമുള്ള ആരോഗ്യം സന്തതികൾക്കുള്ള സന്തോഷിക്കാനെല്ലാം ദൈവം സഹായിക്കും. ഒന്നിനും മുട്ടില്ലാത്തൊരു കുടുംബജീവിതമായി ചെഞ്ചുരി കർത്താവെ പ്രാർത്ഥിച്ച് ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ആദിമാതാക്കന്മാരെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ പത്നിയായി തീരുവാൻ കർത്താവിടെ നിങ്ങൾക്ക് ചെയ്യുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഭക്തിയുള്ള ഒരു ആരാധനയിൽ വന്ന് അത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവങ്ങൾ കൊടുത്ത എല്ലാ അവകാശത്തിനാണ് തുടർന്ന് നന്മകളും അനുഗ്രഹങ്ങളും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബസിന്റെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രവചനകാരി സംഘങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. ചെഞ്ചിന്റെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ പാലത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും മാമൻ എല്ലാവരെയും പ്രാർത്ഥിക വ്യവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവരെയും ദൈവാനിക്കും ബലപ്പെടുത്തും, ശക്തിയായിരിക്കും. നിലമ്പൂരുന്നെല്ലാം കർത്താവെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നല്ലോ സൗഖ്യത്തോടെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിനെ എല്ലാവരെയും ഒരുക്കിയാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം തുടർന്നു ഇരിക്കുന്നു. അനുഗ്രഹിച്ച് ബലമുള്ള കാര്യത്തിലേക്ക് ഈ യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ ലിങ്ക് അയച്ചു കൊടുക്കാം ആർക്കേലും. ആ ഇത് ലൈവാണ്. ഒറ്റ ഒന്ന് കാണിച്ചാൽ ഇവിടുത്തെ സ്ഥിതികളൊക്കെ പുറത്തേക്കുന്നാലേ വെറും ഫംഗ്ഷൻ മാത്രമാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. ആ ലൈവാണ്. അവിടെ എപ്പോഴും ഫോൺ എടുക്കുക. ലൈവ് നോക്കിയാൽ മാത്രം കൊല്ലത്തിന് നിൽക്കും. തുടങ്ങല്ല റേഞ്ചില്ലാത്തടത്ത് പുറമുണ്ടാക്കി. ഇല്ലല്ല ചോദിച്ചോ. ആ മറിക്ക് വാ ബേട്ടാ. ഒന്ന് കൈയടിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. മമ്മി ഒന്ന് ക്ലാപ്പ് ചെയ്തോ. അതൊരുപാട് വലിപ്പം കൂടി പോയല്ലോ. വൃത്തിയിട്ടില്ല ഫോട്ടോ എടുക്കുമ്പോൾ.
കുഴപ്പമില്ലല്ലോ, ക്വാളിറ്റി കുറവില്ലല്ലോ. അതൊക്കെ മതി. കറഞ്ഞിരിക്കുന്നുണ്ട് മിണ്ടണ്ടോ മതി. കടച്ചിൽ ആർക്ക് അവർ കൊടുത്തോ? കണ്ടേയില്ല. കൊടുത്തോ? ഫുള്ള് റെക്കോർഡിങ്ങോ? കൊടുത്തില്ലല്ലോ. അല്ല 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 അല്ല, അവനോ ലിസനോടൊന്ന് തിരിഞ്ഞ് നിൽക്കാൻ പറയും. ഇങ്ങോട്ട് നോക്കിന്നേ കേട്ടോ, ഇങ്ങോട്ട് നോക്കിന്നേ, തിരിഞ്ഞിന്നേ, കൈ തുടക്കല്ലേ. അപ്പം അവിടെ ശ്രദ്ധിച്ചിന്നേ. ഓക്കെ ഓക്കെ. വിനീത കേക്ക് ഇങ്ങോട്ട് മാറ്റിയല്ലോ. മാറില്ല മാറില്ല. കേക്ക് മാറ്റി. അടുത്തുനിന്ന് ചേർന്ന് അമ്മാമേനും കയറ്റിട്ടെ. പക്ഷേ കുറച്ച് പൊറോട്ടൊന്ന്, കുറച്ച് പൊറോട്ടൊന്ന്. ഓക്കെ. അപ്പൊ ഇവിടെ വയ്ക്കേ, അപ്പൊ ഇവിടെ വയ്ക്കും. അമ്മ നേരെ നിവർന്നു. ഓക്കെ ഓക്കെ. മാറില്ലേ? ഒന്നുകൂടി മോള് സാർ. ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ അമ്മ ഇവിടെ വയ്ക്കേ. ഞാനിപ്പോ വരാൻ പറ്റുമോ? ഞാൻ വിളിക്കാം. ഇവിടെ വയ്ക്കതാ. മാറില്ലേ? ഒന്നുകൂടി. ഓക്കെ ഓക്കെ റെഡി. ഓക്കെ റെഡി. വെയിറ്റ്. ഒന്നുകൂടി. ഇവിടെ വയ്ക്കേ, നേരെ വയ്ക്കേ. പോരാ 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 പോരാ. ഒന്നുകൂടി. പല്ലി അടിച്ചിട്ട് എല്ലാവരും. ഓക്കെ ഓക്കെ. അല്ലേ ഒന്നുകൂടി. മാസ്ക് എല്ലാവരും നല്ല ചിരിച്ചെന്നെ. എന്താ കുറച്ചായിട്ട് പോയാൽ പോരാ, കോടഞ്ചേരിയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളത്. റെഡി. ഓക്കെ ചിരിച്ചെന്നെ. പ്ലസ് എവിടെ? ഓക്കെ ഓക്കെ പ്ലസ് എവിടെ? ബ്രെഡ് കുറച്ച് കയറി. ഷോ
50,000 കൊടുത്താൽ അതുപോലെ ആദ്യം മുമ്പ് ട്യൂൺ ചെയ്യണം. എൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ലാൻ കേബിൾ എടുത്താൽ മതി. ലാന് വേണം. എന്നിട്ട് നമ്മളെ സാധനമല്ലേ ഒന്നിച്ചേക്കല്ലേ. എത്ര മീറ്റർ കേബിൾ വാങ്ങണം നമുക്ക് ഇനി? ഒരു അപ്പം അതിന് പവറും കൊടുക്കണ്ടേ? പവർ മേലെ കൊടുത്താൽ മതി. മേലെ ഏതെങ്കിലും വീടിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. മേലെ നല്ല പവർ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്താൽ ഒന്നും താഴത്തില്ല. അത് ശരിയാ, റിസ്ക് എടുക്കാല്ലേ. ആ പവർ പോകാൻ പാടില്ല. കയ്യിൽ വെച്ചോ. ഒന്ന് സംസാരിച്ചെന്നേ, വീഡിയോ ആണ്. സാരി റെഡി പിടിക്കേ. ഒന്നുകൂടി ചിരിച്ചിട്ട് പ്ലസ് ഒരു കൈ കൊണ്ട് അവളെ പിടിച്ച്. ഓക്കെ, അതിന് ഡൗൺ ആയിരിക്കും. ഇല്ല അത്ര ഇതാവണമെന്നില്ല. ഫ്രീ ആയിരിക്കും. ഓക്കെ റെഡി റെഡി. ഒന്നുകൂടി നല്ല ചിരിച്ചിട്ട് ഇവിടെ വയ്ക്കും. ഇവിടെ നല്ല ചിരിച്ചിട്ട് ഓക്കെ. അമ്മേ ഇവിടേക്കൊരു ഹായ് പറയ്. ഇവിടേക്കൊരു ഹായ് പറയ്. ലൈവാണ്. ഒരു ഹായ് പറയ്. മോളൊക്കെ കണ്ടോണ്ടിരിക്കുക. ഹായ് പറയ്. ഒരു കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. ഹായ് സി. അതെ ഓക്കെ. 11 കല്യാണം എൻ്റെ ഒപ്പം പോരോ? വീഡിയോ എടുക്കാനാണ്. എടുക്കാനല്ല, അസിസ്റ്റായി. വേറെ പണിയൊന്നുമില്ലല്ലോ എനിക്ക്. ഓക്കെ. അത് നിങ്ങൾ മാത്രമേ പോയുള്ളൂ. ഞങ്ങൾ നടന്ന് അതന്നെ ഷൈജൊക്കെ വന്നവർക്കല്ലേ. അതെ ഓക്കെ. പ്ലസ് കുറച്ച് അവളുടെ കൈ ഫ്രണ്ടിലേക്ക് ഇട്ട്. ഓക്കെ ഓക്കെ. ചിരിച്ചേ ഇജ്ജ് കഴിച്ച എന്നോടല്ല പറഞ്ഞ മലയാളത്തിൽ. ഓക്കെ ഏട്ടെന്നപ്പുറം പ്ലസ് കുറച്ച് സ്ട്രൈറ്റ് ചെയ്തു. ഓക്കെ കുറച്ച് ബാക്ക് ഇട്ടു. റെഡിയും ചേർന്നു. റെഡി ചിരിച്ചെന്നേ. റെഡി. നല്ലോണം തിന്നണല്ലോ. ഓക്കെ പോവാ പോലെ. എന്ത് ഞാൻ പോട്ടെന്നാലും പോലെ ഒരു ഫോട്ടോ കാണിച്ചോ വേണ്ട. നല്ലൊരു ക്രിസ്ത്യാനി കുട്ടീനെ ഒരു മുസ്ലിം ചെക്കൻ ചാടിച്ചിട്ടുണ്ടെന്ന് കല്യാണം കഴിച്ചത് ഇന്നലെ അല്ല മലയാളം. അത് ലവ് ജിഹാദ് ആവില്ലേ? ഓക്കെ. അടുത്തു പറ്റിയെന്ന് പറഞ്ഞാൽ വേറെ കഥായിരുന്നു. ഞാൻ പറയാം. ഓക്കെ റെഡി. മാറില്ലേ റെഡി. ഓക്കെ ഓക്കെ. ചിഞ്ചു. ഓക്കെ. ഇവൻ കോട്ടക്കൽ. ചേച്ചി ഇറങ്ങി. റെഡി. ഇവിടെ
മാറില്ല ഉടുപ്പ് താത്തി വെക്കേ. ആ റെഡി ഇവിടെ വെക്കേ. നല്ല ചിരിച്ചെന്നേ. കൈ ഒന്ന് വെക്കണ പ്രശ്നം. ആ അല്ലേ അമ്മ ഇവിടെ വെക്കട്ടോ. റെഡി ചിരിച്ചെന്നേ കുഞ്ഞു. അത് ചിരിച്ചോണ്ട് എല്ലാരും മോളെ നോക്കിക്കേ. നല്ല ചിരിച്ചു കുഞ്ഞു ഹായ്. ഓക്കെ റെഡി ആറല്ലേ നോടി. ഓക്കെ റെഡി. ഒരു സെക്കൻഡ് നിങ്ങളുടെ സാധനം മാറ്റി വെക്ക്. ഓക്കെ ആ കൊടുത്തോളൂ ഓക്കെ. എനിക്കറിയില്ല. നമുക്കിപ്പം തന്നെ ഡയറ്റ് കൊടുക്കാം. ഇപ്പേ അമ്മ മോളെ വിജയിപ്പിക്കണ്ടേ? വിനീതേ അമ്മ മേടിച്ചോ, രണ്ടുപേരും പിടിച്ച് മേടിച്ചോ. മറയാത്ത രീതിയിൽ നോക്കൊരുമ്മ ഓക്കെ. ഒരു മിനിറ്റ് പപ്പ, നിങ്ങൾ തമ്മിൽ ഷെയ്ക്കാൻ ചെയ്ത് പപ്പ. ഓക്കെ ഓക്കെ റെഡി. ആ പുറകിലുള്ളവരൊക്കെ ഫ്രണ്ടിലേക്കായി. അവന്റെ തല മാറ്റി വെക്കി. ഓക്കെ റെഡി. ഓക്കെ കയറുവാണ്. ഒരു യോടിയോ 2 3. ഓക്കെ അതെല്ലേ. അപ്പൂസ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ പോയോ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ഇവിടെ ആയിക്കോട്ടെ. മാറല്ലേ ഇങ്ങോട്ട്. ഇതെവിടേക്ക് റെഡി. അടുത്ത് ഇവിടേക്ക്. വരുന്നുണ്ടോ? ഫോൺ എഡിറ്റ് ചെയ്തൊരു PDF